ആഫ്റ്റർമാറ്റിൽ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്ക് അനാമിക വരുന്നുണ്ട്. മുത്തശ്ശ, മരുന്ന് കഴിച്ചു? കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ മോളെ. ഇന്ന് എന്തായാലും ഞാൻ എടുത്തു തരാം മുത്തശ്ശന് മരുന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട മോളെ, മോൾക്ക് മുത്തശ്ശൻ്റെ മരുന്നിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം മോളെ. മുത്തശ്ശി, അത് എനിക്കും കൂടി പറഞ്ഞു തന്നാൽ എനിക്ക് എടുത്തു കൊടുത്തൂടെ? അതത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല മോളെ. ഞാൻ തന്നെ ചില മരുന്നുകളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് എടുത്തു കൊടുക്കാറുള്ളത്. നാനമുള്ളുണ്ടെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ നാനയുടെ പേര് പറയുന്നത് കേട്ടപ്പോൾ തന്നെ അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതി അനാമികയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. ആ മോളെ, അനിയുണ്ട് ഇവിടെ? ഇല്ലമ്മേ, അവൻ പുറത്തോട്ട് പോയി. എന്തിനാ മോളെ എന്നോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? അമ്മേ, എനിക്ക് ഇവിടുത്തെ ജീവിതം മടുത്തു. ഈ വലിയ കൂട്ടിനുള്ളിൽ ശ്വാസം മുട്ടിക്കയ്യ എനിക്ക് വയ്യ. അമ്മ എത്രയും പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് അനിയിൽ നിന്നും എനിക്ക് ഡിവോഴ്സ് വാങ്ങിത്തരണം. മോളെ, നീ എന്തായി പറയുന്നത്? നിന്റെ ജീവിതമല്ലേ ഇത്? ഇങ്ങനെയൊന്നും അല്ലല്ലോ അച്ഛനും അമ്മയും പറഞ്ഞത്. നമ്മുടെ കടക്ക് വീട്ടിൽ കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി വരാനല്ലേ? എല്ലാം ശരിയാ മോളെ, ഒരു പണക്കാരനെ പ്രണയിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഒരു കോടീശ്വരൻ്റെ വീട്ടിലേക്ക് നീ കയറി ചെല്ലുമെന്ന് ഞാനും അച്ഛനും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ഒരു നല്ലൊരു ബന്ധമാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് വേണ്ടാന്ന് വെക്കുന്നത് വിഡിത്തല്ലേ മോളെ? അമ്മ ഇപ്പം എന്താ കാലം മാറുന്നത്? എന്നെ ഇവിടെ തളച്ചിടാൻ നോക്കുകയാണോ? ഓ, അമ്മക്കും അച്ഛനും ഞാനിവിടെ നിന്ന് ഇറങ്ങിച്ചിട്ട് വേണമല്ലോ കാശുണ്ടാക്കാൻ. എൻ്റെ മോളെ ഇവിടുന്ന് കഷ്ടപ്പെടുത്തിയിട്ട് അച്ഛനും അമ്മയ്ക്ക് എന്ത് സന്തോഷം കിട്ടാനാ മോളെ? അനന്തപുരിയിലെ ജീവിതം എന്ന് പറയുന്നത് ലക്ഷറി ലൈഫാണ്. അവിടെ നിന്ന് നീ ഇറങ്ങുകയാണെങ്കിൽ അവർ തരുന്നതും കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നാണോ അമ്മ കരുതുന്നത്? എനിക്ക് കിട്ടിയതേ ഞാൻ ഇവിടുന്ന് പോകും. എന്നാൽ അതേസമയം തന്നെ ജലജ സൈഡിലൂടെ പോകുന്നുണ്ട്. അമ്മയും മോളും സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവരുടെ സംസാരം ഒന്ന് കേട്ട് നോക്കാം, വെറുതെ ആവില്ല. എന്തെങ്കിലും പ്ലാൻ ഒപ്പിക്കാനായിട്ട് ഇതും പറഞ്ഞുകൊണ്ട് ജലജ കാതോർത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി അനാമികയോട് പറയുന്നുണ്ട്, ആര് പറഞ്ഞു മോളോട്? നഷ്ടപരിഹാരമായി ചെറിയ എന്തെങ്കിലും തുക മാത്രമേ തരൂ, അല്ലാതെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട തുകയൊന്നും തരില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടേ നീ ഡിവോഴ്സിന് ഒരുങ്ങി. എന്തായാലും നീ ഈ കാര്യം അനിയോട് പറഞ്ഞാൽ അവന് വളരെ സന്തോഷം തോന്നും. ആ മൊട്ടച്ചയും കുട്ടി സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അമ്മ പറഞ്ഞത് ശരിയാ, ഞാൻ എടുത്തു ചാടി ഇനിയൊന്നും ചെയ്യില്ല. മോളെ, നല്ല ബുദ്ധിപൂർവ്വം വേണം കളിക്കാൻ. ആ നായനൊക്കെ കളിക്കുന്നില്ലേ, അതിൻ്റെ ഡബിൾ കളി വേണം കളിക്കാൻ. ഇതൊക്കെ കേട്ട് വെക്കുന്ന ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓഹോ, ഇപ്പം അനിയുമായുള്ള ഡൈവോഴ്സാണ് ഇവരുടെ ചർച്ച. അപ്പോൾ അവളുടെ തള്ളക്കോ അനന്തപുരിയിലെ സ്വത്തിലാണ് കണ്ണ്. കാണിച്ചരാടി. ഇവിടെ ഞാൻ തന്നെ എത്ര കാലമായി ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല. ഇതെങ്ങനെയെങ്കിലും അച്ഛൻ്റെ ചെവിയിലെത്തിക്കണം. ഇതും പറഞ്ഞുകൊണ്ട് ജലജ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുറിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട് അനാമികയോട്, മോളെ, നീ നല്ലോണം ആലോചിച്ച് തീരുമാനം എടുക്ക്. നിനക്ക് കിട്ടാത്ത സന്തോഷം ആ മുട്ടച്ച് കൊടുക്കണോ? നീ എങ്ങനെയെങ്കിലും വശീകരിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ. അതിന് ഞാനും അച്ഛനും കൂടി ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏട്ട ഉടൻ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ ഐഡിയ? അതൊക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നെ കാണിക്കുന്നത് ജലജ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുറിയിലോട്ട് പോകുന്നത്. ഒന്നുമില്ല, ഇതുവഴി പോയപ്പോൾ അച്ഛനമ്മേനെയും കാണാമെന്ന് വിചാരിച്ച് കയറിയെന്നേ ഉള്ളൂ. ഓ, അപ്പം നീ ഞങ്ങളെ കണ്ടിട്ട് കുറേ നാളായോ? അങ്ങനെയല്ല അച്ഛാ, നീ ഉരുണ്ട് കളിക്കാതെ കാര്യം പറയാൻ നോക്ക് ജലജ. ഇത് കേട്ട ഉടൻ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താന്ന് വെച്ചാൽ പറ ജലജയെ, എനിക്ക് സമയമില്ല, മുത്തശ്ശന് മരുന്ന് കുടിക്കാനുള്ളതാ, അതെടുത്തു കൊടുക്കാനുണ്ട്. ഇത് കേട്ട ഉടൻ തന്നെ ജലജ പറയുന്നുണ്ട്, അമ്മേ, ഞാൻ എടുത്തു കൊടുക്കാം അച്ഛന് മരുന്ന്. അയ്യോ വേണ്ട, ഒരാൾ സഹായിക്കാമെന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര തലവേദനയായിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവുക ജലജയെ. അത് ഞാൻ പറയുന്നത് അച്ഛൻ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തിനാ പറയുന്നത് ജലജയെ? അല്ല ഇത് അച്ഛൻ്റെ ഇളയ കൊച്ചുമോൻ്റെ കാര്യമാണ്. അനിയുടെയോ? ഞാൻ വരുന്ന വഴിക്ക് കേട്ടതാ, അനാമിക അനിയെ മടുത്തു തുടങ്ങി. മുത്തശ്ശി പറയുന്നുണ്ട്, ദേ ജലജെ, വേണ്ട കേട്ടോ. എന്തൊക്കെയാ പറയുന്നേ? അച്ഛാ, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റൂ. ആ നന്ദു ഒറ്റയൊരുത്തി കാരണം അനാമിക ഡൈവോഴ്സിന് ശ്രമിക്കുക. അച്ഛാ, അവൾ ഡൈവോഴ്സ് ചെയ്ത് പോകുന്നുണ്ട് തന്നെ അച്ഛൻ്റെ പകുതി സ്വത്ത് അവൾക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് നീ കേട്ടോ? അല്ല അച്ഛാ, അവൾക്ക് എന്തായാലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരൂലേ? ഇത് കേട്ട ഉടൻ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ ജലജയി പറയുന്നത്? അച്ഛനും അമ്മയും ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ലേ വിശ്വസിക്കണ്ടേ, എനിക്കെന്താന്ന് പറഞ്ഞുകൊണ്ട് ജലജ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇദ്ദേഹം ജലജ പറഞ്ഞതൊന്നും വിശ്വസിക്കണ്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി, വസുന്ധരെ, ജലജ പറഞ്ഞ കാര്യം അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ അനാമിക മോളുടെ വീട്ടുകാരെ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇദ്ദേഹത്തിന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഈ സമയത്ത് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് ചെയ്യുന്നുണ്ട്, അനാമികയുടെയും നവ്യയുടെയും സൗണ്ട് കേട്ട് പുറത്തേക്ക് പോകുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും ചെല്ലുമ്പോൾ തന്നെ അനാമിക നവ്യ അടിക്കാൻ നോക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കുറേ നാളായി സമാധാനം നഷ്ടപ്പെട്ടിട്ട് ഈ വീട്ടിൽ. ഒരാൾ വയ്യാതെ ആ ഹോസ്പിറ്റലിൽ കിടക്കുക, ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ മിണ്ടരുത്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളിവിടെ തല്ലുകൂടി ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും വസുന്ധരയും എന്നേക്കുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിത്തരാം. സംഭവബഹുലമായി വരാൻ പോകുന്ന എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.